പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഏതുപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഒരു സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. ബേഥാനിയിലെ മാർത്തയുടെ ഭവനത്തിൽ യേശു എത്തിയപ്പോൾ അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ സാന്നിധ്യം അനുഭവിക്കുന്നിടയിൽ മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്ന ഒരു സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1-ൽ പറയുന്ന ബേഥാനി തന്നെയാണ് ഇത്. ഹല്ലേലൂയ. മാർത്തയുടെ ആദ്യ പേര് പറഞ്ഞിരിക്കുന്നതിനാൽ അവളാണ് വീട്ടിലെ മൂത്തവൾ, ഹല്ലേലൂയ, എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മറിയ യേശുവിന്റെ കാൽക്കൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ശിഷ്യ എന്ന നിലയിൽ ഇരുന്നു എന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്. മാർത്ത ശിഷ്യന്മാരെയും കർത്താവിനെയും സൽക്കരിക്കാൻ വേണ്ടി ഈ സമയം വളരെ പാടുപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പരാതിക്കാരിയായി വരുന്ന മാർത്തയുടെ ശുശ്രൂഷ കർത്താവ് ആദരിച്ചുകൊണ്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവളുടെ അങ്കലാപ്പിനെ ശാസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരെ, ഈ നിലയിൽ ഹല്ലേലൂയ, സ്തോത്രം, ഈ നിലയിൽ ഭാരപ്പെടുത്താൻ ഇടവരുത്തിയാൽ അവർ മാർത്തയെ പോലെ മറ്റുള്ളവരോട് ദുർമുഖം കാണിക്കുന്നവരായി തീരുമെന്നാണ് ഇത് ചരിത്ര ഭാഗങ്ങൾ നമ്മൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർത്താവ് പറയുന്നത് ഒന്ന് മതി എന്ന് പറഞ്ഞാൽ അത് ഒരു കറി മതി എന്ന അർത്ഥത്തിലാണ് എന്നാണ് വേദപണ്ഡിതാക്കൾ രേഖപ്പെടുത്തുന്നത്. കർത്താവിനെ ആദരിക്കുക എന്ന ഒറ്റ കാര്യം മതി എന്നാണ് ഇവിടുത്തെ യഥാർത്ഥത്തിൽ ആ ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വചനം ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഒക്കെയാണുള്ള ബന്ധങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. മറിയ ഒരു നല്ല ശിഷ്യയായി യേശുവിന്റെ കാൽക്കൽ എഴുത വചനം കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെ വിചാരങ്ങളും ചിന്തകളും കടന്നുപോയ അതേ സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇന്ന് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. ഇവിടെ നമ്മൾ വായിച്ച വചനത്തിലൂടെ വരുമ്പോൾ അനേക കാര്യങ്ങളെക്കുറിച്ചുള്ള വിചാരത്താൻ മാർത്തയുടെ ഹൃദയം വളരെ വേദനപ്പെടുകയാണ്. പല വിചാരങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് പാചകം ചെയ്യേണ്ടത്? എപ്രകാരം പാചകം ചെയ്യണം? യേശുവിന് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അവനെ സന്തോഷിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നെല്ലാം കരുതി അവൾ കലങ്ങി. ഹല്ലേലൂയ. നല്ല ആഹാര പദാർത്ഥങ്ങൾ ഹല്ലേലൂയ പാചകം ചെയ്യണമെന്ന് മാത്രമായിരുന്നു അവളുടെ വിചാരം. നമുക്കറിയാം, ഹല്ലേലൂയ, യേശുവും ശിഷ്യന്മാരും കൂടെ ഒരു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ മൂത്തവളായിരിക്കുന്ന മാർത്തയ്ക്ക് വീട്ടിൽ വന്ന അതിഥികളെ സൽക്കരിക്കേണ്ടത്, അതും പ്രത്യേകം യേശുവാണ് അതിഥികൾ സ്വീകരിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് വളരെ വിചാരപ്പെട്ട് മനം കലങ്ങിയ മാർത്ത. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാനും നിങ്ങൾ ഈ വചനം ചിന്തിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എന്റെയും നിങ്ങളുടെയൊക്കെ വീട്ടില് പലപ്പോഴും ഗസ്റ്റുകൾ വരാറുണ്ട്, അതിഥികൾ. നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടും അല്ലാത്തവരായിട്ടും നമുക്ക് ഒഴിച്ച് തള്ളിക്കളയാൻ കഴിയാത്ത അനവധി ആളുകൾ വന്നിട്ടുണ്ട്. അവർ വരുമ്പോൾ അവർക്ക് എന്തെല്ലാം ഉണ്ടാക്കി കൊടുക്കണം, എങ്ങനെ അവരെ സ്വീകരിക്കണം, എങ്ങനെ അവരെ സൽക്കരിക്കണം, അവർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത്, എന്താണ് ആഹാരം എന്നൊക്കെ ഓർത്ത് പലപ്പോഴും പലരും വിചാരപ്പെടാറുണ്ട്. ഞാൻ എൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഞാൻ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരിക്കൽ തിരുവനന്തപുരം വെള്ളറാട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് കടന്നുപോയി. ഹല്ലേലൂയ. ആ മീറ്റിങ്ങിന് കടന്നുപോയി കഴിഞ്ഞപ്പോൾ അവർ രാവിലെ മീറ്റിംഗ് കൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ടാണ് 3 സെക്ഷൻ മീറ്റിംഗ് കഴിഞ്ഞാണ് ഞാനിവിടുന്ന് പോരേണ്ടത്. രാത്രിയാവും. അപ്പം ഞാൻ രാവിലെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ പുറമേ നിന്ന് ചായ കുടിച്ചൊക്കെ ചെന്നത്. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ സ്വീകരിച്ച വീട്
ആ ചർച്ചിനോട് അടുത്തുള്ളൊരു വീടാണ്. ആ ചർച്ചിലെ വിശ്വാസിയല്ല എന്നെ സ്വീകരിച്ചു, വേറൊരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാൾ, CSI പള്ളിയിൽ പോകുന്ന ഒരാളാണ് വിളിച്ചത്. ഞാൻ ശുശ്രൂഷിക്കാൻ ചെന്നത് ഒരു പെന്തക്കോസ്തിന്റെ സഭയിലുമാണ്. എന്നെ സ്വീകരിച്ച് എനിക്ക് വിശ്വാസം ഒരുക്കി തരുന്നതാണ് CSIയിലെ ഈ പ്രിയ വിശ്വാസി. അപ്പൊ അവരുടെ മനസ്സിൽ വളരെ ചിന്താഗതികളാണ്. പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്ന്, ഞങ്ങളുടെ വീട്ടിലാണ് പകൽ വിശ്രമിക്കുന്നത്, വീട്ടിൽ കഴിഞ്ഞ് പോകുന്നിടം വരെ ഞങ്ങളുടെ വീട്ടിലാണ്, പാസ്റ്റർക്ക് എന്ത് കൊടുക്കണം, എന്താണ് ഉണ്ടാക്കേണ്ടത്, എന്താണ് സലിക്കരി എന്ന് പലതിനെ കുറിച്ച് അവർ വിചാരപ്പെടുക. ഇപ്പൊ എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് രാവിലെ എന്താണ് പ്രധാനപ്പെട്ട ഫുഡ്? ഞാൻ പറഞ്ഞിരിക്കുക, അങ്ങനെ പ്രധാനപ്പെട്ട ഫുഡൊന്നുമില്ല, എന്ത് കിട്ടിയാലും ഭക്ഷണം കഴിക്കും. പിന്നെ ഞാൻ രാവിലെ പുറത്തോ കഴിച്ചാ വന്നത്. അല്ല, എന്നാലും യോഗം തുടങ്ങാൻ സമയമുണ്ടല്ലോ. അപ്പൊ അവർ പലതിനെ കുറിച്ച് വിചാരപ്പെടുക. അപ്പൊ ഉച്ചയ്ക്ക് ചോറാണോ കഴിക്കുന്നത്? സാധാരണ നമ്മൾക്ക് ഉച്ചയ്ക്ക് ചോറ്. അപ്പൊ അവർക്ക് ചോറാണോ എന്ന് ചോദിക്കുന്നത് അവർക്ക് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ അല്ലെ എനിക്ക് എന്തെങ്കിലും വേറെ മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവരെന്നോട് പല കാര്യങ്ങൾ ആ വീട്ടിലെ പ്രിയ പിതാവും ആ സഹോദരിയും കൂടെ ചോദിച്ച് എന്തൊക്കെയാണ് പാസ്റ്റർ ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് പോരുന്നിടം വരെ ആ പ്രിയ ഭവനത്തിലെ ആ മാതാവും പിതാവും ഇവിടുത്തെ മക്കളുടെ എനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാമാണ് അവർ ചെയ്യുന്നത്. കാരണം വളരെ വിചാരപ്പെട്ട് മനക്കരങ്ങി. അപ്പൊ എനിക്കത് മനസ്സിലായി. ഞാൻ ഈ വചനമൊക്കെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ഞാൻ അവിടുത്തെ ആ ചേട്ടനോടും ആന്റിയോടും പറഞ്ഞു, ആന്റി, എനിക്കങ്ങനെ ഒരുപാട് നിർബന്ധങ്ങളൊന്നുമില്ല, നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുന്നോ അത് മാത്രം എനിക്ക് തന്നാൽ മതി. പ്രത്യേകിച്ചൊരു വിഭവങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കണ്ട, നിങ്ങൾ കഴിക്കുന്നത് മാത്രം മതി. നിങ്ങൾ ഈ മുളക് അമ്മ പൊട്ടി ചന ചോറ് കഴിക്കുന്നെങ്കിൽ എനിക്കത് ഇഷ്ടമാണ്. കാരണം നിങ്ങളിൽ ഒരുവനായിട്ട് എന്നെ കണ്ടാൽ മതി. എന്നാലും പാസ്റ്റർ ഞങ്ങൾ വീട്ടിൽ വന്നതല്ലേ, പാസ്റ്റർ അങ്ങനെ ഞങ്ങൾ കഴിക്കുന്നത് ചെയ്യാൻ പറ്റുമോ? അവർ സാമാന്യം നല്ല ചുറ്റുപാടുള്ള വീട്ടുകാരാ കേട്ടോ. കൂടി ഞാൻ അവരെ പറഞ്ഞ സമയത്ത് നിങ്ങൾക്കിഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി തന്നാൽ മതി. ഇത് നിങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി പോകുന്ന ഭാഗം അല്ലേ? എന്നെ കേൾക്കുന്നപ്പോൾ മനുഷ്യന്റെ അവസ്ഥ അങ്ങനെ, മനുഷ്യന്റെ അവസ്ഥകൾ അങ്ങനെ. അപ്പം യേശു ഇവിടെ പറയുന്നത് അറിയോ? ആ മേലിൽ ഏതെങ്കിലും ഒന്ന് മതി എന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്ന് മതി, എനിക്ക് വേണ്ടി നീ ശുശ്രൂഷിച്ചാൽ മതി. പിന്നെ നീ വന്നിട്ട് പാദപീഠത്തിലിരിക്കുക, നല്ലൊരു ശിഷ്യയായിരിക്കുക എന്ന് കർത്താവ് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 38 തൊട്ട് 42 വരെയുള്ള വാക്യങ്ങൾ അതിപ്രധാനമായ വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പിന്നെ അവർ വഴിപോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കൽ വന്ന്, കർത്താവെ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നത് നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. യേശു അവർ വീട്ടിൽ ചെന്നപ്പോൾ മറിയ ഒരു നല്ല ശിക്ഷയായിട്ട് യേശുവിന്റെ കാൽക്കലിരുന്ന് വചനം കേൾക്കുകയാണ്. നിങ്ങൾക്കും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവദാസന്മാർ കടന്നു വരുമ്പോൾ, പുരോഹിതന്മാർ കടന്നു വരുമ്പോൾ, നിങ്ങൾ അടുക്കളയിൽ പണിയെടുക്കാതെ അടുക്കളയിൽ കിടന്ന് നിങ്ങൾ തട്ടിമുട്ടി പാത്രങ്ങൾ ഇട്ട് ഉരച്ച് ശബ്ദം ഉണ്ടാക്കാതെ നിങ്ങൾ വീട്ടിൽ വരുന്ന ദൈവദാസന്മാരായിരിക്കും വന്നിരിക്കണം. ഒരിക്കലും അവരുമായിരുന്നു വചനം സംസാരിക്കണം. ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, അതിഥികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അടുക്കള പിന്നെ ഭയങ്കര തിരക്കാണ്. തവി എടുക്കുന്നു, പാത്രം എടുക്കുന്നു. ചില പാത്രങ്ങൾ നമുക്ക് സ്റ്റീൽ പാത്രമൊക്കെ താഴോട്ട് വീഴുമ്പോഴത്തേനും ഭയങ്കര ശബ്ദകോലാഹലമൊക്കെ, വളരെ അസ്വസ്ഥം, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ. എന്നെ കേൾക്കപ്പോ അങ്ങനെയല്ല. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുരോഹിതൻ വരുമ്പോൾ, ഹല്ലേലൂയ, ആ അദ്ദേഹം വന്ന് പോകുന്നിടം വരെ നിങ്ങൾ മറിയെപ്പോലെ ഒരു നല്ല ശിക്ഷയായി ദൈവവചനം കേൾക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സംഭവം കൂടെ കുറവ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അനവധി ദൈവദാസന്മാർ ഭവനത്തിൽ വന്നു കഴിയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആ വീട്ടിലെ വിവരങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് ആവശ്യമായ വാഗ്ദത്തത്തിന്റെ, സൗഖ്യത്തിന്റെ, ആശ്വാസത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം പലരും ഇന്ന് രോഗപരമായ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് പല ശിഷ്യന്മാരും അവരുടെ ഇരിക്കാൻ തയ്യാറല്ല.
അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്. എന്നാൽ മാർത്തയുടെയും മറിയുടെയും വീട്ടിലേക്ക് യേശു ചെന്ന് കഴിഞ്ഞപ്പോൾ മറിയുടെ ഹൃദയത്തിന്റെ ആഗ്രഹം നിങ്ങൾ മനസ്സിലാക്കണം. ഗുരു വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ സഹോദരനായ ലാസറിനെ ഉയർപ്പിച്ചവനാ. ഹല്ലേലൂയ. എനിക്ക് ആ ഗുരുവിന്റെ കാൽക്കീഴിൽ ഇരുന്ന വചനം കേൾക്കണം, സന്തോഷിക്കണം, ആശ്വസിക്കണം. ജീവന്റെ വചനം യേശുവിന്റെ കയ്യിലേ ഉള്ളൂ. ജീവമൊഴികൾ യേശുവിന്റെ കയ്യിലേ ഉള്ളൂ. നിത്യജീവൻ യേശുവിന്റെ വചനത്തിലാണ്. അവന്റെ വായിൽ വരുന്ന ലാവണ്യ വാക്കുകൾ കേട്ട് ആശ്വാസം അടയണമെന്നുള്ള, ആശ്വസിക്കണമെന്നുള്ള മറിയുടെ ഹൃദയ താല്പര്യം. പ്രൈസ്. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം വചനം കേൾക്കുവാൻ, വചനം അനുസരിക്കുവാൻ, വചനം അനുസരിച്ച് ജീവിക്കുവാൻ, മറിയെപ്പോലെ നല്ലൊരു ശിക്ഷയായിരിക്കുവാൻ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾക്ക് ആ ഒരു നല്ല മനസ്സാവശ്യമാണ്. പ്രൈസ്. അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ ഇവിടെ മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി വരിക. അവൾ പറയാ കർത്താവോട്, കർത്താവ് എൻ്റെ സഹോദരി എന്നെ തനിച്ചു വിട്ടിരിക്കുക, അവളോട് വന്ന് എന്നെ സഹായിപ്പാൻ പറയാം. ഈ സന്ദർഭവേളയിലാണ് യേശു മാർത്തിയോട് പറയുന്നത്. യേശു അവളോട്, ഹല്ലേലൂയ, കർത്താവ് അവളോട്, മാർത്തി മാർത്തി, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി ഇരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. അപ്പൊ മറിയ നല്ല അംശം തെരഞ്ഞെടുത്തത് കൊണ്ട് അവളിൽ നിന്ന് ആരും അത് അപഹരിക്കുന്നില്ല. എന്നാൽ മാർത്തയുടെ ജീവിതത്തിൽ ഓർത്ത് നോക്കി. പ്രൈസ് ലോർഡ്. നിങ്ങൾ മാർത്തയെ പോലെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി നിങ്ങൾ ആത്മീയമായി പരാജയപ്പെട്ടു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ഹല്ലേലൂയ, നിങ്ങൾ ആത്മീയമായി ഉന്നതമായ ഉയരങ്ങളിലേക്ക് എത്തണം. രക്തം ചെയ്യും. ഞാൻ ഈ വചനം പറയുമ്പോൾ ഞാൻ താഴോട്ട് ശുശ്രൂഷിച്ചവരും പറയാൻ ആഗ്രഹിക്കുന്ന ചില സംഗതികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ വിവിധമായ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നമുള്ളവരാ. ഞാനും ഒരുപാട് പ്രശ്നമുള്ളവനാ. എല്ലാവരും പ്രശ്നമുള്ളവരാ. ഈ പ്രശ്നത്തിന്റെ നടുവിൽ നമ്മൾ അതിനെക്കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങിയും ഇരുന്നാൽ നമുക്ക് ആത്മീയമായി വളരാൻ കഴിയത്തില്ല, ആത്മീയമായി പുരോഗതി പ്രാപിക്കാൻ കഴിയത്തില്ല, ഉയരങ്ങളിലേക്ക് എത്തുവാൻ കഴിയില്ല. ദൈവവചനം വായിക്കുള്ള മനസ്സും ഹൃദയവും നഷ്ടപ്പെടും. ഹൃദയത്തിനകത്തൊരു സ്നേഹം നമുക്ക് ഉണ്ട്, അത് നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ വിചാരപ്പെട്ടു. പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു സ്നേഹം നമ്മോട് തന്നെ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു നല്ല സ്നേഹം നമ്മോട് തന്നെ ഉണ്ടെങ്കിൽ, അത് നമ്മളിൽ വളരുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി പോകത്തില്ല. പലപ്പോഴും നമുക്ക് നമ്മെ സ്നേഹിക്കാൻ കഴിയത്തില്ല. നമ്മെ സ്നേഹിക്കാൻ കഴിയാത്തതും നമ്മുടെ ഉള്ളിൽ സ്നേഹം വസിക്കാത്തതിന്റെ കാരണവും, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും യേശുവിനെ അറിയാത്തത് കൊണ്ടുമാണ്. സ്തോത്രം. അപ്പൊ മറിയ എന്ന് പറയുന്ന വ്യക്തി യേശുവിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടും രുചിച്ചറിയാവുന്നതുകൊണ്ടും അവൾ മനസ്സിലാക്കിയത് കൊണ്ടും അവൾക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടും, ഹല്ലേലൂയ, അവളുടെ ഹൃദയത്തിൽ, മറിയുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനാൽ ലഭ്യമായ ഒരു സ്നേഹം അവളുടെ ഉള്ളിലുള്ളതുകൊണ്ട് അവളെ സ്നേഹിക്കുന്നു, അവൾ യേശുവിനെ സ്നേഹിക്കുന്നു. അവക്കൊറ്റ ചിന്തയുള്ളൂ, എനിക്ക് നല്ല ശിക്ഷയായി എൻ്റെ ഗുരുവിനോട് കൂടെ ഇരിക്കണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതേ സ്നേഹിത, അതേ ശ്രോതാവേ, ഒരു നല്ല ശിക്ഷയായി നീ കർത്താവിന്റെ സന്നിധി കാണണമെന്ന് യേശു ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, ദൈവം നിങ്ങളെ ശുശ്രൂഷയിൽ ഒരിക്കലും ഒഴിവാക്കി നിർത്തിയിട്ടില്ല. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ശുശ്രൂഷയിൽ ചേർത്ത് നിർത്തിയിട്ടുണ്ടെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. എന്നാൽ ചില സഭകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സഹോദരിമാരെ പലപ്പോഴും ഒഴിവാക്കി അല്ലെങ്കിൽ മാറ്റി നിർത്തി, അകലം നിർത്തി ശുശ്രൂഷിക്കുന്ന അനവധി സഭകളെ കാണാൻ കഴിയും. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ വിമർശിക്കുന്ന ഒരുപാട് പേര് കാണും. എനിക്ക് വിമർശനം എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള ആളല്ല. എന്നെ എത്ര വിമർശിച്ചാലും എന്തെല്ലാം ചീത്ത പറഞ്ഞാലും ഞാനത് കേട്ടുകൊണ്ടിരിക്കും. തിരിച്ച് വേണമെങ്കിൽ എന്നെ അവർ സപ്പോർട്ട് ചെയ്യും, വേണ്ടി പറഞ്ഞോട്ടെന്ന് വെക്കും. അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് വിമർശനം ഇഷ്ടമില്ല. അത് പിണക്കമൊന്നുമില്ല. ഞാനത് കേട്ടില്ലെന്ന് വെക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ചില സഭകളിൽ ചെന്നാൽ ഈ സഹോദരിമാരെയൊക്കെ അകലം മാറ്റി നിർത്തും. കാരണം അവർക്ക് നല്ല താലന്തുണ്ട് ചിലർക്ക്. അതൊന്ന് വികസിപ്പിച്ച് ഉയർത്തി ഒന്ന് മാനിച്ച് അവരെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ കൈപിടിച്ചൊന്ന് ഉയർത്തുവാൻ പലരും ശ്രമിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്.
എന്നാൽ ഇവിടെ മറിയയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു. മറിയ യേശുവിന്റെ കാൽക്കൽ ഇരുന്ന് വചനം കേട്ട് അവൾ ഉയരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് കല്ലറകളെ വിട്ടപ്പോൾ ഹല്ലേലൂയ, അവിടെ വന്നവരെല്ലാം ശിഷ്യന്മാരെല്ലാം മടങ്ങിപ്പോയപ്പോഴും അവിടെ മടങ്ങിപ്പോകാതെ നിന്നൊരു സഹോദരിയുണ്ട്. ഹല്ലേലൂയ. ആ സഹോദരിയാണ് 7 ഭൂതങ്ങളെ പുറത്താക്കിയ മത്തരക്കാരത്തി മറിയയ്ക്ക് കല്ലറ വിട്ടുപോകാൻ താല്പര്യമില്ല. കാരണം അവൾ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം നല്ലതായിട്ട് അറിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന 7 ഭൂതങ്ങളാൽ ബന്ധിക്കപ്പെട്ട് സമാധാനമില്ലാതെ, സന്തോഷമില്ല, സ്വസ്ഥതയില്ലാതെ 7 ഭൂതങ്ങളൊക്കെ കയറി നമുക്കറിയാം. അവരെ പിന്നെ ഭ്രാന്തി നമ്മൾ വിളിക്കുന്നത് അല്ലേ. ഒരു ഭൂതം ഉണ്ടെങ്കിൽ തന്നെ അവരെന്തെല്ലാം കാണിക്കും. അപ്പൊ 7 ഭൂതങ്ങൾ. അപ്പൊ അങ്ങനെ അവരെ ഒരു ഭ്രാന്തിയെ പോലെ ജീവിച്ച അല്ലെങ്കിൽ മറിയയുടെ ജീവിതത്തിനകത്ത് ദൈവ സൗഖ്യം കൊടുത്ത ബന്ധനത്തിൽ വിടുവിച്ചു. അവൾ അന്ന് തൊട്ട് നല്ല ശിക്ഷയാ. ഹല്ലേലൂയ. അവളുകൊണ്ട് അവർക്കതുകൊണ്ട് കല്ലറ വിട്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശു ക്രിസ്തുവിനെ നേരിട്ട് കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. യേശു അവളോട് നീ പോയി ശിഷ്യന്മാരോട് പറയാൻ. അപ്പൊ ആദ്യത്തെ സുവിശേഷീകരണോടെ നടക്കുക. യേശുവിനെ കുറിച്ച് പറയാൻ, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കും, ജീവനോടെ ഉണ്ട്, നീ പോയി എന്റെ സഹോദരന്മാരോട് ഈ വിവരം അറിയിപ്പാൻ അവൾ ആ സുവിശേഷ സന്ദേശമായി ഓടിപ്പോവുക. ഓർത്തു നോക്കി. അപ്പൊ ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവ് നൽകിയതാണ്, സഭകൾ നൽകിയതല്ല ശുശ്രൂഷ. ഹല്ലേലൂയ. നമ്മളൊരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് കൊണ്ട്, ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് വേല ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് ആ ശുശ്രൂഷ സഭ നൽകിയതല്ല, സഭയുടേതല്ല ശുശ്രൂഷ. ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്. ഹല്ലേലൂയ. ഒരിക്കലും എന്നോട് ഒരു സഹോദരൻ പറഞ്ഞു, ഹല്ലേലൂയ, ഈ പ്രസ്ഥാനത്തിനകത്ത് നിന്നത് കൊണ്ടാണ് നീ ശുശ്രൂഷയിൽ, അല്ലെ ഞാൻ പറഞ്ഞ എന്റെ സഹോദരൻ, ഞാൻ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിനകത്ത് നിന്നോട്ടല്ല ശുശ്രൂഷയിൽ നിൽക്കുന്നത്. പ്രസ്ഥാനം എന്ന് പറയുന്നത് എനിക്ക് ആവശ്യമാണ്. ഭൂമിയിൽ എല്ലായിടത്തും പ്രസ്ഥാനങ്ങൾ, എല്ലായിടത്തും സംഘടനകൾ. അതുകൊണ്ട് ഒരു സംഘടനയുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഏറ്റവും അനുയോജ്യമാണെന്നും യോഗ്യമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ശ്രേഷ്ഠമായ ഒരു സംഘടനയുടെ ആമേലരിയ സന്നിധിയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് സംഘടനയല്ല എന്നെ വളർത്തുന്നത്. ഞാൻ സംഘടനയ്ക്കകത്ത് നിൽക്കുന്നത് എന്നെ ഉയർത്തുന്നതും വളർത്തുന്നതും എന്നെ നല്ല ശിഷ്യനാക്കി എടുക്കുന്നതും നല്ല ശിഷ്യനെ പണിതെടുക്കുന്നതും ഒക്കെ യേശുക്രിസ്തുവാണെന്ന് ഞാൻ ആ സഹോദരനോട് അവരുടെ വീട്ടിൽ വെച്ച് പറയാൻ കാരണമായി. അല്ലേ? അപ്പോഴാണ് അദ്ദേഹത്തിന് ചെറിയ ബോധ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അല്ലേ? അതിനെ അവിടെ നിൽക്കട്ടെ, എന്തുവാകട്ടെ. ഇവിടെ മാർത്ത പലതിനെ ചൊല്ലി മനക്കരങ്ങിയും വിചാരപ്പെട്ടുമിരിക്കുന്നു. എന്നാൽ യേശു അവളെ നോക്കി, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു, നിന്നിൽ നിന്നും ആരും അപഹരിക്കാത്ത നല്ല അംശം തിരഞ്ഞെടുക്കുക. യേശു അവളോട് പറഞ്ഞു കാണും, മാർത്തേ, അല്ലെങ്കിൽ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി ഇരിക്കണ്ട, നീയും വന്ന് മറിയെ പോലെ എന്റെ കാൽക്കല്ലിരുന്ന് വചനം കേട്ടാൽ അത് നിന്നിൽ നിന്ന് ആരും അപഹരിക്കുകയില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കാണും. ഹല്ലേലൂയ. അവൻ തിരഞ്ഞെടുക്കുവാനായി, ഹല്ലേലൂയ, പറഞ്ഞ നല്ല അംശം ക്രിസ്തുവും, ഹല്ലേലൂയ, അവൻ നൽകുന്ന രക്ഷയും, ഹല്ലേലൂയ, അവനോടുകൂടെ എന്നേക്കുമായി നമുക്ക് ലഭിക്കുന്ന നിത്യജീവനുമാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു നല്ല അംശം തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു എന്ന നല്ല അംശം, കർത്താവായ യേശു ക്രിസ്തുവിടെ ലഭിക്കുന്ന രക്ഷ, യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യജീവൻ, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യമായ പർദീസ, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങൾ, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മാവിന്റെ വരങ്ങൾ, അങ്ങനെയുള്ള നല്ല അംശങ്ങളെ തിരഞ്ഞെടുക്കുവാൻ മറിയ തയ്യാറായതുപോലെ തന്നെ യേശു മാർത്തയോടും പറയാം, നീയും അത് തിരഞ്ഞെടുത്താൽ അത് നിന്റെ കയ്യിൽ നിന്ന് ആരും അപഹരിച്ചെടുക്കുകയില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട്, നിങ്ങൾ ദൈവസഭകളിൽ വരുമ്പോൾ, നിങ്ങൾ വചനം കേൾക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ, അവൾ ഹല്ലേലൂയ ആ മറിയ നല്ല അംശം തെരഞ്ഞെടുത്ത് യേശുവിന്റെ അരികിൽ ഇരുന്നതുപോലെ നിങ്ങൾ ദൈവസഭയ്ക്കകത്ത് ചേർന്നിരുന്ന് അവിടെ പറയുന്ന വചനങ്ങൾ സൂക്ഷ്മതയോടെ കേട്ട്, വളരെ ശ്രദ്ധിച്ച് കേട്ട്, അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരണം. അവിടെ നിങ്ങൾ പലതിനെ കുറിച്ച് വിചാരപ്പെടേണ്ട കാര്യമില്ല. നല്ല അംശം തിരഞ്ഞെടുക്കണം. നല്ല അംശമായി ക്രിസ്തുവിനെ, രക്ഷയെ, മാനസാന്തരത്തെ, അല്ലൊരു വേർപാട്, വിശുദ്ധി, അല്ലൊരു സ്തോത്രം, അല്ലൊരു നിത്യജീവൻ, പുതിയ യെരൂശലേം,
മാത്രമല്ല ആത്മാവിന്റെ ഫലങ്ങൾ, വരങ്ങൾ, ഇതൊക്കെ തെരഞ്ഞെടുക്കുന്നതാണ് ശ്രോതാവി ഒരു നല്ല ശിഷ്യന്റെ ലക്ഷണം എന്ന് പറയുന്നത്. Praise the Lord. ഒരു നല്ല ശിഷ്യയുടെ ലക്ഷണം, ഒരു നല്ല ശിഷ്യന്റെ ലക്ഷണം എന്ന് പറയുന്നത് നല്ല അംശമായിരിക്കുന്ന യേശുവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അല്ലേ? അപ്പൊ അത് തന്നെയാണ് യേശു അവളോട് പറയുന്നത്. കർത്താവളോട്, മാർത്തിയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി ഇരിക്കുന്നു, എന്നാൽ അല്പമേ വീണ്ടും ഒന്ന് മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തതുപോലെ നീയും വന്ന് നല്ല അംശം തെരഞ്ഞെടുക്കുക. രക്തം ചെയ്യും. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പലതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെട്ട് മനം കലങ്ങിയുമായി ഇരിക്കുന്നെങ്കിൽ അത് നിങ്ങൾ മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ ശൂന്യതയുടെ അനുഭവത്തെ അല്ലേലൂയ നീക്കിയിട്ട് നിങ്ങൾ യേശുവിന്റെ പാദപീഠത്തിലിരിക്കാൻ തയ്യാറാകണം. രക്തം ചെയ്യും. നിങ്ങൾക്ക് അധികാലത്തെ നിങ്ങൾ ഉണരണം. അല്ലേലൂയ. അധികാലത്തെ ഉണരുമെന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്കോ 7 മണിക്കോ അല്ല കേട്ടോ. അല്ലേലൂയ. അധികാലത്തെ ഉണരുക. ചില ഈ അധികാലത്തെ ഉണർന്നു ചിലരൊക്കെ പറയും. അപ്പൊ എപ്പോഴാണ് 7 മണിക്ക് എഴുന്നേറ്റെന്ന് പറയും. അധികാലത്തെ അവർക്ക് രാവിലെ അധികാലത്തെ എഴുന്നേൽക്കുന്നത് 7 മണിയൊക്കെയാണ്. അതിരാവിലെ ഉണരുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാഷയുടെ പറഞ്ഞ 3 മണി നേരത്തോ 4 മണി നേരത്തോ ഒക്കെ അങ്ങ് എഴുന്നേക്കണം. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 4 മണി നേരത്തെങ്കിലും എഴുന്നേക്കണം. അല്ലേരിയ. നിങ്ങൾ ഒരുപക്ഷെ നല്ല ജോലിക്ക് ദൂരെ പോകുന്ന ജോലിക്ക് പോകേണ്ട ഒരു വീട്ടിൽ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി മക്കളെയൊക്കെ ഒരുക്കി അപ്പനെയും അമ്മയ്ക്കും വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പോകേണ്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിനെ പ്രാർത്ഥിച്ചാരംഭിച്ച് തുടങ്ങി നല്ല അംശമായിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന രക്ഷയും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കൃപകളും നിങ്ങൾ പ്രാപിച്ചെടുത്ത് നിങ്ങളുടെ വീട്ടിലെ ഭവനത്തിലെ ജോലി തീർത്ത് അല്ലേരിയ നിങ്ങളുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ ജോലിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് ഭയങ്കര ആശ്വാസമായിരിക്കും. രക്തം ചെയ്യും. മറിയുടെ മനസ്സിൽ ഭയങ്കര ആശ്വാസമാണ്. ഭയങ്കര ആശ്വാസമാണ്. അവൾക്ക് വലിയ സന്തോഷമാണ്. കാരണം ക്രിസ്തു അവളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നേക്ക് അല്ലേലൂയ, നാം പലവിധമായ വിചാരങ്ങളാൽ അല്ലേലൂയ കലക്കങ്ങളാൽ നമ്മുടെ ഹൃദയത്തെ അനാവശ്യമായ ചിന്തകൾക്ക് വിട്ടുകൊടുത്ത് വൃഥാ വിചാരങ്ങളാൽ നമ്മൾ മനം കലങ്ങിപ്പോകും. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അനേകരുടെ വിചാരങ്ങളും കലക്കങ്ങളും അനുദിന ജീവിത പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഹല്ലേലൂയ. അനുദിന ജീവിത പ്രശ്നങ്ങളെ കുറിച്ചാണ് പലരുടെയും ചിന്ത. നാളെ എങ്ങനെ ജീവിക്കും, നാളെ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ മക്കളെ പഠിപ്പിക്കും, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ അവരെ വിദേശത്ത് വിടാൻ പറ്റും, നാളത്തെ ബിസിനസ് എങ്ങനെയായി മാറും, നഷ്ടപ്പെട്ടത് എങ്ങനെ തിരിച്ചു കിട്ടും, നാളെ കൃഷി എങ്ങനെ പോകും, അല്ലേലൂയ, നാളെ കൃഷിനെ എങ്ങനെ വളരും, അല്ലേലൂയ, കൃഷിക്ക് നാം ചെയ്തു അതെല്ലാം വളർച്ചയിൽ വളരെ പരാജയം, കന്നുകാലികളുടെ ഒക്കെ ജീവിതത്തിൽ ഭയങ്കര പ്രയാസങ്ങൾ, ക്ഷീരവികസകര്, അങ്ങനെ പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങി. വീട്ടിനകത്ത് ഭാര്യ ഭർത്താവിനെ കുറിച്ച്, ഭർത്താക്കന്മാർ മക്കളെ കുറിച്ച്, അപ്പനമ്മമാരെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, അങ്ങനെ പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങി. ഒരു നല്ല വീട് വേണം, ഒരു നല്ല കയറിക്കിടക്കുവാൻ ഒരു വീട് വെക്കാൻ സ്ഥലം വേണം, അല്ലേലൂയ, മക്കളുടെ വിവാഹം കഴിച്ച് അയക്കണം, അല്ലേലൂയ, ഒരു തലമുറയെ വേണം. അങ്ങനെ പലതിനെ കുറിച്ചും വിചാരപ്പെട്ടും മനം കലങ്ങിയുമാണ് ഇന്ന് പലരും കടന്നു പോകുന്നത്. അല്ലേലൂയ. അങ്ങനെയുള്ളവരോടൊക്കെ യേശു പറയുന്നത് അല്ലേലൂയ, നിങ്ങൾ മാർത്തയെ പോലെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും പോകാതെ അല്ലേലൂയ മറിയ നല്ല അംശമായിരിക്കുന്ന എന്നെ എന്ന് പറഞ്ഞ യേശുവിനെ തെരഞ്ഞെടുത്തതുപോലെ, രക്ഷയെ തെരഞ്ഞെടുത്തതുപോലെ നീയും വന്ന് യേശുവിന്റെ അരികിലിരുന്ന് എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നിങ്ങൾ യേശുവിനെ തെരഞ്ഞെടുത്താൽ, നിത്യമായ രക്ഷയും നിത്യമായ ജീവനെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ നിന്റെ സകല ആകുലതകളും മാറിപ്പോകുമെന്ന് അല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മൾ പറയുന്ന ദൂതാണ്. അല്ലേലൂയ. ചിലരുടെ ജീവിതത്തിൽ മഹാവ്യാധികൾ, രോഗങ്ങൾ പിടിച്ച് അല്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ പോകണം, നല്ല ഡോക്ടറെ കാണണം, നല്ല ചികിത്സ ചെയ്യണം. ചിലർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയുന്നില്ല. എങ്ങനെ പണം ഉണ്ടാകും, എങ്ങനെ ഏത് ഹോസ്പിറ്റലിൽ പോകും, അവിടെ ഡോക്ടറെ കാണണം, മരുന്നുകൾ വാങ്ങണം, അതിനൊക്കെ നല്ല പൈസയാകും. സർജറിക്ക് പറഞ്ഞവരുണ്ട്, സർജറി ചെയ്യണം, അതിന് ഹോസ്പിറ്റലിൽ പൈസ കെട്ടിവെക്കണം. അല്ലേലൂയ. വീട്ടിൽ രോഗത്താൽ കിടക്കുന്നവരുണ്ട്, സർജറി കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളുടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ പലതിനെ ചുറ്റി വിചാരപ്പെട്ട് മനക്കലം. അല്ലേലൂയ. അവിടെയൊക്കെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയണമെങ്കിൽ അല്ലേലൂയ നിങ്ങൾ മറിയെ പോലെ നല്ല അംശം തെരഞ്ഞെടുക്കണം. നിങ്ങൾ മനസ്സ് കലങ്ങിപ്പോയാൽ
നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തന്നെ ക്ഷീണിച്ചു പോകുമെന്നാണ് രക്തജയം. അപ്പൊ ഇവിടെ മനുഷ്യന്റെ അനുദിന വിചാരങ്ങളും കലക്കങ്ങളും അനുദിന പ്രശ്നങ്ങളും എല്ലാം മാർത്തയെ പോലെ തന്നെയാണ്. അപ്പൊ യേശു തന്റെ ഗിരിപ്രഭാഷണത്തിലൂടെ അനേക വിചാരങ്ങളെയും കലക്കങ്ങളെയും കുറിച്ച് പ്രസംഗിച്ചതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. യേശു തന്റെ പരശുശ്രൂഷ സമയത്ത് ഗിരിപ്രഭാഷണത്തില് അനവധി വിചാരങ്ങളെക്കുറിച്ചും കലക്കങ്ങളെക്കുറിച്ചും പറഞ്ഞതായിട്ട് നമുക്ക് വചനത്തിൽ വായിക്കാൻ കഴിയും. അത് ചില ഭാഗങ്ങൾ നമുക്ക് നോക്കാൻ കഴിയട്ടെ. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 25-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നു: അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. മനുഷ്യനങ്ങനെ എന്തു തിന്നും എന്തു കുടിക്കും, ഹല്ലേലൂയ, എന്തുടുക്കും എന്നൊക്കെയാണ്. ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് അവരുടെ അലമാരി നിറച്ച് വീട് നിറച്ച് ഡ്രസ്സുകളാണ്, സഹോദരിമാരുടെ ആയാലും സഹോദരന്മാർ. അപ്പൊ അവർക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ, യാത്ര പോകണമെങ്കിൽ ഏത് ഡ്രസ്സ് ധരിക്കണം, ഏത് ഡ്രസ്സാണ് ധരിച്ചു പോകേണ്ടത് എന്നൊക്കെ ഓർത്ത് അവര് പലപ്പോഴും വിചാരപ്പെട്ടും മനം കലങ്ങിയും പോകേണ്ട സമയത്ത് യാത്രയ്ക്ക് പോലും തയ്യാറാകാതെ പലതിനെ ചുറ്റി വിചാരപ്പെടുന്നവരുണ്ട്, അല്ലേ? അതുപോലെ തന്നെ വീട്ടിനകത്ത് ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. ഇവർ ചില വീടുകളിലൊക്കെ, ഇന്നത്തെ കാലത്ത് ചില വീടുകളിലൊക്കെ തീരാത്ത പോലെ ഭക്ഷണങ്ങളാണ്. അപ്പൊ അവർ ഏത് ഫുഡാണ് വേണ്ടത്, ഏതാണ് നല്ലത്, ഇന്ന് കടയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തണോ, വീട്ടിലുണ്ടാക്കണോ, കടയിൽ വെച്ച് ഓർഡർ ചെയ്ത് ഏതാണ്, ഏത് കടയിൽ പോ, അങ്ങനെ വിചാരപ്പെടുന്നവരാണ്. ചില വീടുകളുണ്ട് എങ്ങനെ ജീവിക്കും, എങ്ങനെ ഒരു നേരത്തെ കഞ്ഞി കുടിക്കും, വീട്ടിൽ എന്തുണ്ടാക്കും, മക്കൾക്ക് എന്തുണ്ടാക്കി കൊടുക്കുന്ന ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് കേട്ടോ. അപ്പൊ യേശു പറഞ്ഞു, നിങ്ങൾ പലതിനെ ചൊല്ലി വിചാരപ്പെടരുത്. മത്തായി 6-ന്റെ ഹല്ലേലൂയ 25 നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ അതിന്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്: വിചാരപ്പെടുന്നതിൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും. ഹല്ലേലൂയ. യേശു ചോദിക്കുക, വിചാരപ്പെടുന്നതിൽ നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ ആർക്ക് കഴിയും. ഹല്ലേലൂയ. പിന്നെ നമ്മളങ്ങനെ വിചാരപ്പെട്ട് മനം കലങ്ങിപ്പോയാൽ നമ്മുടെ ആത്മജീവിതം പരാജയപ്പെട്ടു പോകുന്ന, നമുക്ക് ഉയരുവാൻ കഴിയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ആർക്കും, അല്ലെങ്കിൽ സ്വന്തം നിങ്ങൾ വിചാരപ്പെടുന്നത് തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാൻ നിങ്ങൾ ആർക്കും കഴിയും. ഒരിക്കൽ പോലും നമുക്ക് കഴിയത്തില്ലെന്നുള്ളതാണ് അതിന്റെ കാര്യം. നമ്മുടെ നീളത്തോട് ഒരു മുഴം കൂട്ടാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. കാരണം നമുക്കെല്ലാം ദൈവം, അല്ലെങ്കിൽ വളർച്ച, നമ്മുടെ ഉയർച്ച, നമ്മുടെ വെയിറ്റ്, നമ്മുടെ ഹൈറ്റ്, ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അതാണ്. അത് ദൈവത്തിന് മാത്രമേ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്ക് ദൈവത്തിന് കാണാൻ കഴിയും. അപ്പൊ 27 പിന്നും അതിന്റെ മത്തായി 6-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്: ഹല്ലേലൂയ. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നിനെങ്കിൽ നിങ്ങൾ വിചാരപ്പെടരുത്. ഇവിടെയും പറയും എന്ത് തിന്നും എന്ത് ഉടുക്കും എന്ത് കുടിക്കും നിങ്ങൾ ഓർത്ത് വിചാരപ്പെടരുത്. വീണ്ടും മത്തായി 6-ന്റെ 31 കാണാൻ കഴിയും. വീണ്ടും മത്തായി 6-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു വീണ്ടും പറയണം: അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. ഹല്ലേലൂയ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. അപ്പം വിചാരപ്പെടുന്നതിനെ കുറിച്ച് യേശു ഇത്ര വ്യക്തമായിട്ട് എന്നോട് നിങ്ങളോട് സംസാരിച്ച ഒരു ദൈവവചന ഭാഗമാണ് യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിലെ 6-ാം അധ്യായത്തിൽ 25 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. പക്ഷെ ഈ വചനങ്ങൾ ഞാനും നിങ്ങളും പലപ്പോഴും വായിക്കുന്നുണ്ടെങ്കിലും ധ്യാനിക്കുന്നുണ്ടെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ പലതിനെ ചൊല്ലി വിചാരപ്പെടും, മനം കലക്കാനും തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ അങ്ങനെയുള്ള വിചാരങ്ങളെക്കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങി പോകാതെ യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ നീ ഇരിക്കുവാൻ തയ്യാറായാൽ നിനക്കുള്ള ആലോചനകളെ യേശു തരും. ഹല്ലേലൂയ. രക്തജയം. അപ്പൊ നമുക്ക് വേണ്ടുന്ന ആലോചന യേശുവിന് മാത്രമേ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രശ്നം ഞാൻ വീണ്ടും പറയട്ടെ, എന്റെ അനുഭവ ജീവിതത്തോട് ഉള്ള ബന്ധത്തിൽ എന്റെ ആത്മീയ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അല്ലെങ്കിൽ സർജറി നേരിടേണ്ടി വന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ആ സർജറി എനിക്ക് വേണ്ടി ഞാൻ ഒരുങ്ങുമ്പോൾ പലതിനെ കുറിച്ചുള്ള വിചാരങ്ങളായിരുന്നു എനിക്ക്. ഹല്ലേലൂയ. ആ ജീവിതത്തിൽ ഒറ്റപ്പെട്ട സാഹചര്യം, അങ്ങനെയുള്ള പല പല വിചാരങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പലതിനെ ചൊല്ലി മനം കലങ്ങി വിചാരപ്പെട്ടും മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ യേശു എന്നോട് പറഞ്ഞു, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു,
എന്നോട് സംസാരിച്ച് പലതിനെ ചുറ്റി വിചാരപ്പെട്ട് മനം കലങ്ങി നീ ശുശ്രൂഷയിൽ നിന്ന് പരാജിതനായി മാറാതെ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ എൻ്റെ പാദപീഠത്തിലിരുന്ന ദൈവവചനം കേട്ടനുസരിച്ചത് പഠിച്ച് പ്രസംഗിക്കുവാനുള്ള ഒരാഹ്വാനം പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ തന്നപ്പോൾ എന്ത് ചെയ്തു? ഞാൻ അതിനെ അങ്ങ് അനുസരിച്ചു എന്നുള്ളതാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ വിജയം എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അതേസമയത്ത് ഞാൻ ഇത് ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയിൽ മനം തകർന്ന് പോയിരുന്നെങ്കിൽ എന്നെയും കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. വെറുതെ നമ്മള് ആമേൻ സ്വതം കാറ്റുപോയ ബലൂണ് പോലായേനെ. പ്രൈസലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും, നിങ്ങളുടെ കുടുംബത്തിൽ ഏത് പ്രശ്നം വന്നാലും, കുടുംബ ജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും, ജോലി സ്ഥലത്ത് ഏത് പ്രശ്നം വന്നാലും, നിന്റെ ബിസിനസ്സിലാകട്ടെ, കൃഷിയിലാകട്ടെ, നിന്റെ സുഹൃത്ത് ബന്ധങ്ങളിലാകട്ടെ, ഏത് പ്രശ്നങ്ങളെ നീ നമ്മെ അഭിമുഖീകരിക്കുമെന്നാലും നീ അതിനെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെടരുത്. പ്രൈസലോ. ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. പ്രൈസലോ. ഞാൻ ഈ ദൈവത്തിന് എനിക്ക് ഈ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ വളരെ ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് സുവിശേഷത്തില് ആ പൗലോസിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പൗലോസ് ഒന്നും കടന്നുപോയ ബാധയിലൂടെ നമ്മൾ കടന്നുപോയിട്ടില്ല. പൗലോസ് ഒന്നും കടന്നുപോയ ജീവിത സാഹചര്യങ്ങളും നമ്മൾ കടന്നുപോയിട്ടില്ല. കാരണം എന്തുമാത്രം ഉപദ്രവങ്ങളും പീഡകളും കട്ടപ്പാടുകളും കഠിനമായ വേദനകളും ഒറ്റപ്പെടുത്തലുകളും ശാരീരികമായ ബലഹീനതകളും നിന്ദകളും അപമാനങ്ങളും മാനാപമാനങ്ങളും ഒക്കെ പൗലോസിന്റെ ജീവിതത്തിൽ വന്ന അനവധി പ്രാവശ്യങ്ങൾ മർദ്ദനമേറ്റ് ജയിലിൽ കിടക്കേണ്ട അനുഭവങ്ങൾ ഒക്കെ വന്നപ്പോഴും കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയങ്ങളൊക്കെ ഹല്ലേലൂയ സ്തോത്രം, പൗലോസ് പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും പോകാതെ ഹല്ലേലൂയ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പൗലോസ് യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് നല്ല അംശമായിരിക്കുന്ന ക്രിസ്തുവിനെ പൗലോസ് തെരഞ്ഞെടുത്തു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ആ പൗലോസാണ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. ഫിലിപ്പി ലേഖനം 4:13 വായിച്ചത് കാണാൻ കഴിയും. പൗലോസ് പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇന്ന് പകൽ ആകുല ചിന്തയുടെ കടന്നു പോകുന്ന, പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന, മാനസികമായ പലവിധമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്ന ശക്തമായ ദൂത്, നീ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയായിരുന്നാലും, രോഗമായിരുന്നാലും, വ്യാധിയായിരുന്നാലും, ഞെരുക്കത്തിന്റെ അനുഭവത്തിലായിരുന്നാലും, നീ പലതിനെ ചുറ്റി വിചാരപ്പെട്ട് മനം കലങ്ങി പോകാതെ നീ യേശുവിനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ രക്തം ചെയ്യും. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം യേശു തരും. രക്തം ചെയ്യും. നമ്മളെ സ്നേഹിപ്പാനും നമ്മളെ കരുതുവാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ആശ്വാസം തരാൻ യേശു മാത്രമേ. അതുകൊണ്ടാണ് യേശു തന്റെ ഗിരിപ്രഭാഷണത്തിലൂടെ നമുക്ക് ഈ ശക്തമായ ആലോചനകൾ തരുന്നത്. ഈ ആലോചന കേൾക്കുന്ന ശ്രോതാവ് നിങ്ങളോടുള്ളതാണ്. പ്രൈസലോ. ഹല്ലേലൂയ. പലർക്കും ഇങ്ങനെയുള്ള വിചാരം ഈ പ്രഭാതത്തിൽ തന്നെ ഇപ്പൊ നമുക്ക് ഏകദേശം വലിയ 6 മണിയാകാൻ ഇനി അധികം സമയമൊന്നുമില്ല. മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ള തിരക്കുകളിൽ ഭവനത്തിനകത്ത് പണിയെടുക്കുന്ന ഒക്കെ സാഹചര്യങ്ങളില്ല. അതിനിടയിലും പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങിയ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾ ഏതെല്ലാം മാർഗത്തിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പലതിനെ ചൊല്ലി മനം കലങ്ങി വിചാരപ്പെട്ടും ഒക്കെ നിങ്ങൾ ആ ചിന്തയിലേക്ക് പോകാതെ നിങ്ങൾ ജോലിയെടുക്കുന്ന കൂട്ടത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിനെ ധ്യാനിക്കുകയും കർത്താവായ യേശുക്രിസ്തു സ്തുതി സ്തോത്രങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജോലിയിൽ മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ആ ദിവസം, ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമായി മാറും. ഒരുപാട് ശാരീരിക ബലഹീനത അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. അതൊക്കെ കർത്താവിന് അറിയാവുന്നേ. നിങ്ങൾ കടന്നു പോകുന്ന സകല കാര്യങ്ങൾ യേശു അറിയാം എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തിനകത്തെ സകല പ്രശ്നങ്ങളും, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും, നിന്റെ ഹൃദയത്തിനകത്ത് വിങ്ങിപ്പൊട്ടുന്ന സകല നൊമ്പരങ്ങളും, ഹല്ലേലൂയ, നിന്റെ ഏകാന്തതയുടെ സകല അനുഭവങ്ങളും, ഹല്ലേലൂയ, അറിയുന്ന ഒരുവനുണ്ട്, അവൻ യേശു മാത്രമാണ്. ഹല്ലേലൂയ. നിന്നെ സ്നേഹിപ്പാനും കരുതുവാനും മാറോട് ചേർത്ത് പിടിക്കുവാനും ഒരപ്പൻ മകളോട് സംസാരിക്കുന്നത് പോലെ നിന്നോട് സംസാരിക്കുവാൻ, ഹല്ലേലൂയ, നിന്നെ വാരിപ്പുണരുവാൻ, നിനക്ക് ആശ്വാസം തരുവാൻ, നിനക്ക് സ്നേഹം തരുവാൻ, ഹല്ലേലൂയ, നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, നിനക്ക് സമാധാനം തരുവാൻ ഒക്കെ കഴിയുന്ന യേശുക്രിസ്തു മാത്രമാണ്.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 27 വരും വാക്യത്തിലേക്ക് വരും കാണുന്നുണ്ട്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. അതുകൊണ്ട് ഇന്ന് പകൽ മനം കലങ്ങി വിചാരപ്പെട്ടും വിവിധമായ പ്രശ്നങ്ങളാൽ വാർത്തയെ പോലെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായി ദൂത്, അത് യേശു നിനക്കൊരു സമാധാനം തരാൻ പോകുന്നു. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്നാണ് യേശു തന്റെ ഗിരിപ്രഭാഷണൻ പറയുന്നത്. അതേ സഹോദര സഹോദരി, നീ എവിടെയും സമാധാനം ഉണ്ടാക്കുന്നവളായിരിക്കണം. നീ എവിടെയും സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കണം. നീ കടന്നു പോകുന്ന മേഖലയിലും കടന്നു ചെല്ലുന്ന കുടുംബങ്ങളിൽ നിന്റെ ജോലിയില്, നീ കടന്നു ചെല്ലുന്ന സഭയില്, നീ കൂടുന്ന കൂട്ടത്തിനകത്ത് സമാധാനത്തെ കെടുത്തിക്കളഞ്ഞ് പലവിധമായ വിചാരങ്ങളും ചിന്തകളും കലക്കങ്ങളും മറ്റുള്ളവർക്ക് നീ നൽകി കൊടുക്കാതെ നീ അവിടെ എല്ലാം സമാധാനം ഉണ്ടാക്കണം. ഈശോ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ നിങ്ങൾ പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങി പോകരുത്. അപ്പം കലക്കങ്ങൾ ഹൃദയത്തെ വ്യതിചലിപ്പിക്കുന്നു, പല സന്ദർഭങ്ങളിൽ അത് മനസ്സിനെ ബാധിക്കുന്നു, ചിന്തകളെ ചിതറിപ്പിക്കുന്നു, ശരിയായ മാർഗത്തിലൂടെ പോകുവാൻ സമ്മതിക്കാതെ നമ്മളെ വളരെ വിഷമിപ്പിക്കും. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ വിചാരങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും കർത്താവിന്റെ പാദത്തിൽ ഇറക്കി വെച്ചുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ ആശ്വാസം കണ്ടെത്തണം. നിങ്ങളുടെ സകല വിഷയങ്ങളും നിങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിൽ കർത്താവിന്റെ മേൽ ചുമത്തി നിങ്ങൾ സ്വതന്ത്രമായി മാറണം. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം എഴുതുമ്പോൾ 55 അധ്യായം 22 വാക്യത്തിൽ നമുക്ക് കാണപ്പാടമാണല്ലോ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അതേ മാതാവേ പിതാവേ സ്നേഹിത, നിന്റെ ഭാരം നീ യേശുവിന് വെച്ചു കൊടുക്കുക. നീ ഏത് പ്രശ്നത്തെയാണ് അഭിമുഖീകരിക്കുന്നത്, ഏത് പ്രതിസന്ധിയാണ് നീ അഭിമുഖീകരിക്കുന്നത്, നിനക്ക് മാത്രമേ അറിയുള്ളൂ. ആ വിഷയത്തെ നീ യേശുവിന്റെ മേൽ വെച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിന് യേശു പരിഹാരം നൽകും. നീ നീതിമാനാണെങ്കിൽ, നീതിമാനായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ കുടുങ്ങിപ്പോകാൻ ഒരു നാളും എന്റെ യേശു സമ്മതിക്കുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വചനം പറയുന്നത് ഓരോ വിശ്വാസിയും അവന്റെ ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വരും. പക്ഷെ ആ ഭാരം ഇറക്കി വെക്കുവാൻ അവന്റെ സ്ഥാനമുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഓരോ ദൈവഭക്തന്മാർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരും. സകല മനുഷ്യർക്കും പ്രശ്നങ്ങൾ കടന്നു വരും. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ ഇറക്കി വെക്കുവാൻ ഒരിടമുണ്ട്. അതാണ് യേശുവിന്റെ സന്നിധി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. ഉടനെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ ഭാരം ഇറക്കി വെക്കുവാനുള്ള സ്ഥലം യേശുവിന്റെ സന്നിധിയാണ്. അത് കർത്താവ് തന്നെയാണ്. കർത്താവ് നൽകുന്ന വാഗ്ദത്തമാണത്. യേശു നിനക്ക് നൽകുന്ന വാഗ്ദത്തമാണ്. യേശുവിനോട് പറയുന്ന ദൂതാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് കർത്താവ് നിനക്ക് നൽകിയ വലിയൊരു ദൂതാണ്, വാഗ്ദത്തമാണ്. അല്ലേ? അപ്പം നിനക്കുള്ള ദൂത് വേദപുസ്തകത്തിൽ തന്നെ കിടക്കുന്നു. നിങ്ങൾ ഈ വാഗ്ദത്തം ഏറ്റെടുത്തുകൊണ്ട്, ദൂത് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ യേശുവിന്റെ പിന്നാലെ പോവുക. അപ്പൊ നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുവാനുള്ള വാഗ്ദത്തം യേശു നിനക്ക് തന്ന ഉടനെ അടുത്ത വാഗ്ദത്തം പറയുക. അവിടെ തന്നെ, നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അല്ലേ? അപ്പൊ ഒരു വാഗ്ദത്തം തന്നതിന് പുറകെ അടുത്ത വാഗ്ദത്തം കൂടെ, നീതിമാൻ ഒരു നാള് കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. അല്ലേലൂയ എന്ന്. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന കർത്താവിന് നിങ്ങളുടെ സകല ഭാരങ്ങളും വഹിക്കാൻ കഴിയുമെന്നേ. അല്ലേലൂയ. നിങ്ങളുടെ സകല ഭാരങ്ങളും വഹിക്കുവാൻ യേശുവിന് കഴിയും. അല്ലേലൂയ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുടുംബത്തിന്റെ നാഥൻ, നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ പിതാവ്, നിങ്ങൾക്ക് കുടുംബത്തിന്റെ എല്ലാ ഭാരങ്ങളും വഹിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതിനൊക്കെ ഒരു പരിധികളുണ്ട്. നമുക്കെല്ലാത്തിനും പരിധികളുണ്ട്. പക്ഷെ പരിധികളില്ലാതെ നമ്മുടെ ഭാരം വഹിക്കുന്നവന് യേശു മാത്രമാണ്. മാനകുലത്തിന്റെ മുഴുവൻ പാപഭാരങ്ങളെ വഹിച്ചവൻ, പാപത്തെ ഏറ്റെടുത്തവൻ, മാനകുലത്തിന് വേണ്ടി മുഴുവൻ പാപത്തിന് പരികരമായി ക്രൂശിൽ ജീവൻ വെച്ചു കൊടുത്തവൻ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരാ, നമ്മുടെ പാപഭാരം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനാക്കി യേശു നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ആ യേശു
ലോകത്തിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ യേശു വിശ്വസ്തനാ. അതുകൊണ്ട് നല്ല ശിഷ്യയായ മറിയെ പോലെ നീ യേശുവിന്റെ പാദപീഠത്തിൽ വന്നിരിക്കുവാൻ, വചനം കേൾക്കുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ എഴിഞ്ഞ് നിന്റെ കെട്ടുകളെ പൊട്ടിച്ചെലരിയ ആമേ, നിന്റെ കുടുംബത്തിലുള്ള ബാധയുടെ അനുഭവങ്ങളെ മാറ്റി, ആമേ, നിന്റെ കുടുംബത്തിലുള്ള വരത്തുപോക്കിലെ ശക്തികളെ മാറ്റി, ദേശത്തിലെ ശക്തികളെ മാറ്റി, അന്യായ ബന്ധനങ്ങളിൽ നിന്ന് നിന്റെ കുടുംബത്തെ പിടിവിച്ച് നിന്റെ കുടുംബത്തെ സ്വതന്ത്രമാക്കി എടുക്കുവാൻ യേശു ആഗ്രഹിക്കുക. ഇന്ന് പകൽ ആർക്ക് യേശുവിന്റെ നല്ല ശിഷ്യയായി, നല്ലൊരു ശിഷ്യനായി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഏതൊരു മനുഷ്യന്റെ കണ്ണുകളും ആമീൻ ക്രിസ്തുവിലും നിത്യതയിലും പതിക്കുന്നുവോ അവൻ ലോകപ്രകാരമുള്ള കാരണങ്ങളാൽ കലങ്ങുകയില്ല. ഏത് മനുഷ്യന്റെ കണ്ണും അവൻ ക്രിസ്തുവിനെയും നിത്യതയെക്കുറിച്ച് കാണുന്നെങ്കിൽ അവൻ ഈ ലോകത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളിൽ അവൻ കലങ്ങിപ്പോവുകയില്ല. നല്ല അംശം തെരഞ്ഞെടുക്കുന്നവർ തങ്ങളുടെ പൂർണ്ണ ഹൃദയവും ചിന്തയും കർത്താവിന് സമർപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. നല്ല അംശമായിരിക്കും യേശുവിനെ തിരഞ്ഞെടുക്കുന്നവർ അവരുടെ സകല വിചാരങ്ങളും ചിന്തകളും യേശുവിനെ ഏറ്റു കൊടുക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. 6-ാം അധ്യായം 24-ാമത്തെ വാക്യം കാണുന്നുണ്ട്. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ചു മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ സ്നേഹിക്കും. ഹല്ലേലൂയ. മറ്റവനെ ഹല്ലേലൂയ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. ദൈവത്തെ മാമോനെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. അത് ഇത്രമാത്രം ഇന്ത്യയിൽ പല ജാതികളും അല്ലെങ്കിൽ ലക്ഷ്മി എന്ന ധനദേവതയാണ് വനദേവതയായി കണക്കാക്കുന്നു. സിറിയക്കാർ മാമോനെ സമ്പത്തുണ്ടാക്കുന്ന ദേവനായി ആരാധിക്കുന്നു. ഇസ്രായേലിൽ മാമോനെ ആരാധിച്ചിരുന്നില്ലെങ്കിലും മാമോൻ എന്നത് ധനത്തിന്റെ പര്യായമായി അവർ ഉപയോഗിച്ചിരുന്നു. ധനദേവത എന്ന അർത്ഥത്തിൽ മാമോനെ സേവിക്കുന്നവർക്ക് ദൈവത്തെ ദൈവമായി കാണാനാകയില്ല എന്നാണ് യേശു വാക്യത്തിൽ പറഞ്ഞതിന്റെ പൊരുൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക എന്നത് 2 വഞ്ചിയിൽ 2 തോണിയിൽ കാല് വെക്കുന്നത് പോലെയാണ്. ഹല്ലേലൂയ. അപ്പൊ 2 വഞ്ചിയിൽ കാല് വെച്ച് നിങ്ങൾ യാത്ര ചെയ്താൽ ഈ വഞ്ചിക്ക് വെള്ളത്തിൽ ഇളക്കമുണ്ടാകുമ്പോൾ വഞ്ചികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറുമ്പോൾ 2 വഞ്ചിയിൽ കാല് വെച്ച് നിങ്ങളുടെ കാലുകൾ വഞ്ചിയിൽ നിന്ന് തെന്നി വഴുതി വെള്ളത്തിൽ വീഴുവാൻ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ലേ? അതുകൊണ്ടാണ് യേശു പറഞ്ഞത് 2 വഞ്ചി 2 തോണിയിൽ കാല് വെക്കാതെ, ദൈവത്തെ മാമോനെ സേവിക്കാതെ ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറയുന്നത് യേശു മതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മറിയ ഹല്ലേലൂയ 2 തോണിയിൽ 2 വാഞ്ചിയിൽ കാല് വെക്കാതെ നല്ല അംശമായിരിക്കുന്ന മറിയിൽ യേശുവിനെ തെരഞ്ഞെടുത്തത്. എന്റെ കേൾക്കുന്ന പ്രശ്നം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർ ഒരിക്കലും കണ്ണ് കണ്ടിട്ട് ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് ദൈവവചനം വായിക്കുന്ന പോലെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവരോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുക എന്ന് റോമാലേഖനം 8:26-32 വായിച്ച് കാണാൻ കഴിയുമതേ. ഇന്ന് പകർന്നതിന്റെ സകല വിഷയങ്ങൾ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണുകളുടെ ചാട്ട് അല്ല വിവിധ ഭാരങ്ങളാൽ പ്രയാസങ്ങൾ കടന്നു പോകുന്ന ജീവിതങ്ങൾക്ക് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പുതിയ വിടുതലും പുതിയ ആശ്വാസം നൽകുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ കുടുംബത്തിന്റെ നിന്റെ ജീവിതത്തിന്റെ സകല കലക്കങ്ങളും മാറ്റി അനുഗ്രഹത്തിന്റെ ഉയരങ്ങളിൽ അനുഗ്രഹിക്കുക ദൈവത്തിനെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിനും ലോക രാജ്യങ്ങളിലുള്ള വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികളടക്കം എല്ലാ കർത്താവ് സംസ്ഥാന രാജ്യത്തിന്റെ ധനവന്മാർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി മേഖലയിൽ ഭരിക്കുന്നവരെ, കർത്താവ് ജനത്തെ, ഞങ്ങളുടെ കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, ക്രമസമാധാന അപാലക നിയമനിർമ്മാണ രംഗം നിൽക്കുന്നവരെ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ എല്ലാ പ്രിയപ്പെട്ട ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ കർത്താവ് സ്തോത്രം. പോലീസിന് വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യൽ വകുപ്പുകളെ, കരയിലും കടലും ആകാശമാണ് വാഹനം ഓടിക്കുന്നവർ, വാഹന നിർമ്മാതാക്കൾ, സെയിൽസ് ചെയ്യുന്നവരെ എല്ലാം ഞങ്ങൾ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് കൺസ്ട്രക്ഷൻ മെക്കാൻ മോട്ടോർ രംഗത്ത്, ആമി ജോലി രംഗത്ത്, എല്ലാ ടൈസ് ഓട്ടോ ഡ്രൈവേഴ്സിന് വെളിയിൽ സുഖമായി എല്ലാ വാഹനം ഓടിക്കുന്നവരെ
തീരദേശവാസി കടലൂരവാസികളെ മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവർ അല്ലേലൂയ, കരികളും കമ്പിലും ഫാക്ടറി ജോലി ചെയ്യുന്നവർ അല്ലേലൂയ, സ്തോത്രം. ആമി കത്താവ് സഹകരണ മേഖല, പൊതുമനാരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിലായിരിക്കുന്ന വിദ്യാഭ്യാസ ബാങ്ക് മേഖലയിലായിരിക്കുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലേലൂയ. ഭരണദേശ പാർട്ടികൾ, മത സാമൂഹിക സാംസ്കാരിക സംഘടന, ജനമാധ്യമ മീഡിയ രംഗത്തിൽ നിൽക്കുന്നവർ, എല്ലാ സയന്റിസ്റ്റ് എഞ്ചിനീയർമാരും, ശൈശവത്തിന്മാരും, യുവനത്തിനും വാർത്തകയാചകർ, ഓർഫനേജുകളുടെ ജീവിത തടവറയിലായിരിക്കുന്ന മദ്യത്തിന് മയക്കും അടിമപ്പെട്ടവർ, വ്യാധിയാൽ രോഗത്താൽ ആമി കടന്നു പോകുന്നവർ അല്ലേലൂയ, ജന്മനാ വൈകല്യമുള്ള അല്ലേലൂയ, ജീവിതത്തിൽ പല തകർച്ചയിൽ കുടുംബം തകർത്തപ്പോൾ കുടുംബ ജീവിതം തകർന്നവർ അല്ലേലൂയ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു തലമുറയില്ലാത്ത ഭാരപ്പെടും, വിവാഹത്തിന് വേണ്ടി ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, തീവ്രവാദത്തിൽ ഭീകരവാദ വർഗീയയിൽ വകുപ്പെട്ട് നിൽക്കുന്ന ജീവിതങ്ങൾ, എല്ലാ പ്രിയപ്പെട്ട മാനസാന്തരം മടങ്ങി വന്ന് പലവിധ വിചാരങ്ങൾ കലക്കങ്ങളാൽ ഭാരപ്പെട്ടു പോകാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ആ നല്ല അംശം തെരഞ്ഞെടുത്ത് ജീവിതം ഉയർച്ച പ്രാപിക്കേണ്ട ഏൽപ്പിക്കുകയാണ്. കർത്താവ് ജനത്തിനുള്ള എല്ലാ ശാപപാപ രോഗബന്ധനങ്ങളും വിടിവിച്ച് ഇവർക്ക് സമാധാനം കൊടുക്കണം. വിദേശ രാജ്യങ്ങൾ കടന്നുപോയി ജോലി ചെയ്യുന്നവർ, കൃഷ്ണ സഹിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. എല്ലാവർക്കും ഇവിടെ സമാധാന ആശ്വാസം കൊടുക്കണമേ. ഇതുപോലെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എല്ലാ കുടുംബത്തിനൊക്കെ ബന്ധനങ്ങൾ കഴിഞ്ഞ് ശാപങ്ങൾ കഴിഞ്ഞ് കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീയ സമാധാനം ഈ ജനത്തിന്റെ ഹൃദയങ്ങളിൽ നിലവിൽ ക്രിസ്തുവേശുവിൽ കാക്കപ്പെടേണ്ടതായി അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.